ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം വിജിലൻസ് ഒരു കേസിൽ ഒന്നാം പ്രതിയാക്കിയിട്ടുണ്ട്. അതായത് ഇ ഡി ഉദ്യോഗസ്ഥരെ കൈക്കൂലി കേസിൽ പിടികൂടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എങ്ങനെയാണ് വി ഡി ഇതിനെ കാണുന്നത്? ശരിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കേണ്ടത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ടാണ്. അതായത് സ്രോതസ്സില്ലാത്ത പണം കൈക്കൂലി വാങ്ങിച്ചും അഴിമതി നടത്തിയും ഒക്കെ ഉണ്ടാക്കുന്ന പണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ട ഏറ്റവും സുപ്രധാനമായ ഏജൻസിയാണ്. പക്ഷെ അവർ കുറേ നാളുകളായി ചെയ്യുന്നത് രാഷ്ട്രീയ കേസുകൾ മാത്രമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിയോഗികളെ കേസിൽപ്പെടുത്തി അവരെ പീഡിപ്പിക്കാനും അവരെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനുള്ള ഒരു ഏജൻസി ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ 1% കേസ് പോലും തെളിയിക്കപ്പെടാറില്ല. കാരണം അവരുടെ ഉദ്ദേശം നടക്കും. ഒരാളെ അപകീർത്തിപ്പെടും, ഒരാളെ അപമാനിക്കാം, അഴിമതിക്കാരനായി ചിത്രീകരിക്കാം. ഇപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇ ഡി തന്നെ ഒരുപാട് പേർക്ക് നോട്ടീസ് അയച്ച് അവരെ ഏജന്റുമാർ മുഖേന ഇടനിലക്കാർ മുഖേന ബന്ധപ്പെട്ട് വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് കേസുകളെല്ലാം സെറ്റിൽ ചെയ്യാണ്. അപ്പോൾ എന്തിനാണ് ഇ ഡി? രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനും അവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു ഏജൻസിയായി ഇ ഡി മാറിയിരിക്കുകയാണ്. ഇ ഡിയുടെ യഥാർത്ഥ പർപ്പസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന പർപ്പസ് അവരൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ആളുകൾക്ക് നോട്ടീസ് അയച്ച് അവരെ വരുത്തി കൊത്തിച്ച്, അങ്ങനെയാണല്ലോ പറയുന്നത്, ഇടനിലക്കാർ വഴി വരുത്തി കൊത്തിച്ച് അവരിൽ നിന്ന് പണം ഈടാക്കി കേസ് അവർക്ക് അനുകൂലമാക്കി മാറ്റി കൊടുക്കുന്നു. രാജ്യവ്യാപകമായി ഇ ഡിയെക്കുറിച്ച് അങ്ങനെ ഒരു പരാതിയുണ്ട്. ഞാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരാണെന്നൊന്നും പറയുന്നില്ല. വലിയൊരു ശതമാനം അതിൻ്റെ അകത്ത് നല്ല അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കരുവന്നൂർ കുറ്റപത്രം പോലും നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി പിടിമുറുക്കി. ഇ ഡി ഞാനെന്ന് പറഞ്ഞ് ഇ ഡി ഒരു പിടിയും മുറുക്കിയിട്ടില്ല. ഇ ഡി CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ് മുറുക്കിയത്. അവരെ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യിപ്പിച്ചില്ല. കാരണം BJP അവിടെ ജയിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇ ഡി അന്ന് ഒരു പൊളിറ്റിക്കൽ ഏജൻ്റായിട്ടാണ് അവിടെ അന്ന് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി? 10-11 മാസമായില്ലേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇല്ലേ? എന്നിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ ഒരു കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും കരുവന്നൂർ കേസിലുണ്ടായി? തീർച്ചയായിട്ടും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന കേസാണ് കരുവന്നൂർ കേസിലുള്ളത്. അതല്ല ഞാൻ പറഞ്ഞത്, അവിടെ അവരെ സെറ്റിൽ ചെയ്യാണ്. കരുവന്നൂർ കേസ് വലിയ കേസല്ലേ, 400-500 കോടി രൂപയുടെ കള്ളപ്പണം, ഭയങ്കരമായ കേസല്ലേ. എന്ത് ചെയ്തു ഇ ഡി? എത്ര നാളായി ഇ ഡി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? അവിടെ CPM ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്തായാലും അന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ വേട്ടയാടൽ ഉണ്ടായിട്ടില്ലല്ലോ, അവർക്കെതിരെ ഉണ്ടായിട്ടില്ലല്ലോ, LDF-നെതിരെ ഉണ്ടായിട്ടില്ലല്ലോ. എവിടെ ഉണ്ടായിക്കണേ? സ്വർണ്ണ കള്ളക്കടത്ത് കേസ് എവിടെ പോയി? സെറ്റിൽ ചെയ്തില്ല. LDF-നെതിരായിട്ട് ഏത് കേസാണ്? ഏത് കേന്ദ്ര ഏജൻസിയാണ് LDF-നെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഏത് കേസാണ് അന്വേഷിക്കുന്നത്? അന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. എല്ലാം സെറ്റിൽ ചെയ്തു. കൊടകര കുഴൽപ്പണ കേസും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസും സെറ്റിൽ ചെയ്തു. CPM BJP നെക്സസ് ഉണ്ട്. അവർ തമ്മിലുള്ള ധാരണയെ പുറത്ത് ഈ കേസുകളെല്ലാം സെറ്റിൽ ചെയ്തു. പിന്നെ CPM അവരെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ ഏത് ഏജൻസിയാണ് അവരെ വേട്ടയാടുന്നത്? അത് രാഷ്ട്രീയ കേസല്ലല്ലോ, പൊളിറ്റിക്കൽ കേസല്ല. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൽ വന്ന ഒരു കേസാണ്. ആ കേസ് ഇപ്പോഴും SFI അന്വേഷിക്കുന്നുള്ളൂ.